അപ്പൊ ചോട്ടമുമ്പയിലെ മണിച്ചാണ്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മതരനും ശത്രു ഞാനാ, പേര് നടേശ്. സത്യവും കർമ്മം നോക്കുന്ന ഒരുപാട് ദൈവത്തമാർ നിങ്ങളുടെ നാട്ടിലുണ്ട്. അവർക്കിടയിൽ ഒരു ചെയ്താനും വേണ്ടേ തലകറിയോ? സി എ മോഹൻദാസിന്റെ വെങ്കട്ടി കയറുന്നോണ്ടാ ഞാനവനെ പറഞ്ഞത്. ഇനി അതിനെതിരെ താനായിട്ട് സാക്ഷി പറയാൻ പോകണ്ട. അങ്ങനെ ഇതിൽ സംഭവിച്ച ആദ്യം കുളി തന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്നും പിടച്ചിക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടു കുപ്പി കളിക്ക് പുറത്ത് കൊച്ചിയിൽ ലോകം കൂടെ പറയാൻ വാക്കല്ല. നടേശ കൊല്ലുന്ന കൊന്നിരിക്കും. പോട്ടടാ. താങ്ക് യു. ഇനി നമ്മളെ പണ്ടൊക്കെ ഞാൻ മത്സരത്തിന് പോകുമ്പോൾ ഇപ്പോഴും ടി വി കാര്യങ്ങളൊക്കെ ആയത് എല്ലാവർക്കും വാർത്ത കാണാനും സിനിമ കാണാനും ആദ്യമൊക്കെ റേഡിയോയിലൂടെയാണ് നമ്മൾ സിനിമയുടെ ശബ്ദരേഖ ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ. റേഡിയോ ആണ്. അപ്പോൾ റേഡിയോയിൽ ഈ സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ പറയുന്ന വാർത്ത അല്ലെങ്കിൽ എന്താണോ ഒരു ബന്ധമില്ലാണ്ടായി പോകും. അപ്പം അത്തരത്തിലൊരു രസത്തിന് വേണ്ടി മാത്രം സ്റ്റേഷൻ മാറുന്ന ഒരു റേഡിയോ, അത് ഒരു സ്റ്റേഷനിൽ സ്ത്രീകളുടെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നൊരു പ്രോഗ്രാം നടക്കുന്നു. നമ്മളെ സ്റ്റേഷൻ മാറ്റുമ്പോൾ അപ്പുറത്തെ ചാനലിൽ നല്ല ഇനം പട്ടിക്കുട്ടികളെ എങ്ങനെ വളർത്താം. അപ്പം അത് നമ്മൾ ഈ സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ വാർത്ത ഒരു ബന്ധമില്ലാണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ രസത്തിന് വേണ്ടി സ്റ്റേഷൻ മാറുന്ന ഒരു റേഡിയോ. ഒരു സ്റ്റേഷനിൽ സ്ത്രീയുടെ സൗന്ദര്യം, മറ്റു സ്റ്റേഷനിൽ നല്ല ഇനം പട്ടിക്കുട്ടികളെ എങ്ങനെ വളർത്താം. മെലിഞ്ഞൊടുങ്ങിയ സ്ത്രീകൾക്ക് ഒരു ഗ്ലാസ് പാലും ബിസ്ക്കറ്റും നൽകുക. നഖം നീട്ടി വളർത്തുന്ന പെണ്ണുങ്ങൾ പിച്ചുവാനും മാന്തുവാനുള്ള പ്രവണത കാണിക്കും. മുടി ബോബ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെ ഡോബർമാൻ എന്നോ നാലിനം പട്ടി എന്നോ വിളിക്കാവുന്നതാണ്. വാർത്തവരെ ചറവറ സംസാരിക്കുന്ന സ്ത്രീകളെ ചാവാരി പട്ടികൾ അഥവാ കുടിച്ചു പട്ടികൾ എന്ന് പറയുന്നതാണ്. ചുണ്ടി ധാരാളം ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾക്ക് പേയളകാല സാധ്യത വളരെ കൂടുതലാണ്. ദിവസേന 3-4 പ്രാവശ്യം ബ്യൂട്ടി പാർലർ കയറുന്ന പെൺകുട്ടികൾക്ക് ഒറ്റ പ്രസവത്തിൽ 10-15 കുട്ടികളുണ്ടാകും. രസത്തിന് വേണ്ടി പറഞ്ഞ് ഇഷ്ടപ്പെട്ട കൈയടിക്കാം. അതെ, താങ്ക് യു. അപ്പം എന്തായാലും ഒരു നാടൻ പാട്ട് കൂടി പാടിക്കോട്ടെ. ഓക്കെ അല്ലേ? Hola. എടുത്തൊരു കല്ല് കുടിച്ച് എന്റെ മുളകത്തീനാക്കല്ല വേലായതോ പകല് മുഴുവ പണി എടുത്ത് കാശിന് കല്ലും കുടിച്ച് എന്റെ മുളകത്തീനാക്കല്ല വേലായതാ. എന്റെ മുളകത്തീനാക്കല്ല വേലായതോ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി ജാമ്യം കിട്ടാൻ പൊല്ലായി പാവം വേലായതാ. ജാമ്യം കിട്ടാൻ പൊല്ലായി പാവം വേലായതോ. പകല് മുഴുവ പണി എടുത്ത് കാശിന് കല്ലും കുടിച്ച് എന്റെ മുളകത്തീനാക്കല്ല വേലായതാ.
മണപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ മാനപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ പുള്ളിയുള്ള വീണ്ടും പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പിന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു ആത്തൂരങ്ങാടി ഞങ്ങൾ പോയി വരുമ്പോ ആകാശത്തൊട്ട് തരോടുന്നത് അങ്ങനെ കണ്ടേ ഞാൻ അടിപ്പഴ പൂത്തും നിറഞ്ഞ കണ്ണാലെ കണ്ടേ ഞാൻ ആത്തൂരങ്ങാടി ഞങ്ങൾ പോയി വരുമ്പോ ആകാശത്തൊട്ട് തരോടുന്നത് അങ്ങനെ കണ്ടേ ഞാൻ അടിപ്പഴ പൂത്തും നിറഞ്ഞ കണ്ണാലെ കണ്ടേ ഞാൻ ആടിന്റെ കൊമ്പത്ത് കണ്ടൊരു മാറുന്ന ചക്ക ഉണയെല്ലാം ചെങ്ങാതി ഞാൻ നേരിട്ട് കണ്ടേ ഉണയെല്ലാം ചെങ്ങാതി ഞാൻ നേരിട്ട് കണ്ടേ ചാടക്കുഴി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുക ഈ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്മന്റെ കരി മീൻ ജമ്മീനെ പെണ്ണിന്റെ തൊട്ട് കയ്യുള്ള വിളയ്ക്കണ മീനാണേ ഇരിങ്ങോട്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ല ഇരിങ്ങോട്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ല നേരം പോയി വീണ്ടും തിരി ഞങ്ങളുടെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി വീണ്ടും തിരി ഞങ്ങളുടെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ പരുത്തന്റെ പണം കൊടുത്ത് ചാടിയ തങ്കമ്മേ എന്റെ പാലക്കം പാട്ടിലും കൊടുത്തെനിക്കൊരു തങ്കമ്മേ പരുത്തന്റെ പണം കൊടുത്ത് ചാടിയ തങ്കമ്മേ എന്റെ പാലക്കം പാട്ടിലും കൊടുത്തെനിക്കൊരു തങ്കമ്മേ ആണ്ട് മനം കാക്കടതാണടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണ്ട് മനം കാക്കടതാണടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ വരുത്തുന്ന പണം കൊടുത്ത് ചാടിയ തങ്കമ്മേ എന്റെ പാലക്കം പാട്ടിലും കൊടുത്തെനിക്കൊരു തങ്കമ്മേ